വയനാട് ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കാൻ എന്ന പേരിൽ നടത്തുന്ന സ്വകാര്യ ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെയുള്ള ഫണ്ട് ശേഖരണം തടയണമെന്നാവശ്യപ്പെട്ട് നടനും അഭിഭാഷകനുമായ ഷുക്കൂർ സമർപ്പിച്ച ഹർജിയാണ് കോടതി പിഴ സഹിതം തള്ളിയത്. ഹർജിയിൽ പൊതു താൽപര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഹർജിക്കാരൻ 4 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ഉമേഷ്, എന്തൊക്കെയായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ? എന്തൊക്കെയാണ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനേറ്റ തിരിച്ചടി? മറ്റ് വിശദാംശങ്ങൾ സമഗ്രമായി. അജിംഷാദ്, ഈ വയനാട് ദുരന്തബാധിതരെ സഹായിക്കാനെന്ന പേരിൽ നടത്തുന്ന സ്വകാര്യ ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണം എന്നായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെയുള്ള ഫണ്ട് ശേഖരണം തടയണം എന്നാണ് ഈ അഡ്വക്കേറ്റ് പി ഷുക്കൂർ നൽകിയ ഹർജിയിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത്. ദുരിതബാധിതർക്കായി സർക്കാർ രൂപീകരിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ഏത് സംഘടന ശേഖരിക്കുന്ന ഫണ്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റണം എന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. നിരവധി സംഘടനകളും വ്യക്തികളും അക്കൗണ്ട് വഴി പണം ശേഖരിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ വിനിയോഗം നിരീക്ഷിക്കാൻ സംവിധാനമില്ല. നിയമവിരുദ്ധമായ ഫണ്ട് ശേഖരണം നിയന്ത്രിച്ചില്ലെങ്കിൽ പലരുടെയും പണം നഷ്ടപ്പെടാം. ശേഖരിക്കുന്ന തുകയുടെ ഭൂരിഭാഗവും അർഹരായവരിലേക്ക് എത്താനിടയില്ല എന്നും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചു. അത്തരത്തിൽ ഈ ഹർജിയിൽ എന്താണ് ഒരു പൊതു താല്പര്യം എന്നാണ് കോടതി ചോദിച്ചത്. അത്തരത്തിലൊരു പൊതു താല്പര്യമില്ല എന്ന് കണ്ട് കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു. ഇതിന് പിന്നിലൊരു പബ്ലിസിറ്റി താല്പര്യമാണ് കോടതി കാണുന്നത് എന്നാണ്, അത്തരത്തിലുള്ള നിരീക്ഷണത്തോടെയാണ് ഈ ഹർജി തള്ളിയത്. എന്ന് മാത്രമല്ല, ഇത് പിഴ സഹിതമാണ് തള്ളിയത്. അതായത് 25,000 രൂപ ഈ ഹർജിക്കാരൻ പിഴയായി അടയ്ക്കണം. ആ തുക വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് വേണ്ടത്. അത്തരത്തിൽ പിഴ സഹിതം കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു. അജിംഷാദ്. ശരി ഉമേഷാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ.